സ്കൂൾ വളപ്പിലെ ചക്കഫലങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഉച്ചഭക്ഷണം, അതോ ചക്കയുടെ മഹാത്മ്യം ആഘോഷിക്കാൻ അമ്മമാർ ഒറ്റക്കെട്ടായി എത്തി തയ്യാറാക്കിയത്? കഥയാണെന്ന് കരുതണ്ട, പ്രാക്കുളം ഗവൺമെൻറ് LP സ്കൂളിൽ നടത്തിയ സംഭവമാണ്. സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെയും രക്ഷകർത്തൃ സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന അന്തർദേശീയ ചക്കദിനാഘോഷം വൻ വിജയമായിരുന്നു. രാവിലെ തന്നെ 15ഓളം അമ്മമാർ സ്കൂളിലെത്തി. വളപ്പിലെ ചക്കകൾ അരിഞ്ഞ് 25ഓളം വിഭവങ്ങൾ ഒരുക്കി. ചക്കക്കറി, ഇടിച്ചക്ക തോരൻ, ചക്ക ഇരിശ്ശേരി, ചക്ക മുറുക്ക്, ചക്ക അട, ചക്ക ബജി, ചക്ക പായസം, ചക്ക ജ്യൂസ്. രുചികളുടെ ഒരു കലവറ തന്നെ. പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ മീൻകറിയും മേശയിൽ നിറഞ്ഞു. അരിഞ്ഞ് ശർക്കരപ്പാനി ഒഴിച്ച് ഏലക്കയും നെയ്യും ഇട്ട് നല്ലോണം ഇളക്കുക. സ്കൂൾ വളപ്പിലെ 10ഓളം ചക്കകളാണ് ഈ സദ്യയ്ക്കായി ഉപയോഗിച്ചത്. ആരോഗ്യകരമായ ഭക്ഷണം, ആരോഗ്യകരമായ ജീവിതം എന്ന സന്ദേശവുമായി പ്രപഞ്ച ഗ്രീൻ മാർക്ക് ഡയറക്ടർ ഷാജി GR കുട്ടികൾക്കായി ഒരു ക്ലാസ് നടത്തി. ജനകീയ ഉച്ചഭക്ഷണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കൊണ്ട് ഒരു പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂൾ വളപ്പിലെ തന്നെ ചക്കകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ചക്കയിട്ടു ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ തന്നെ ചക്ക ഉപ്പേരി, ചക്ക പായസം, ചക്ക എരിശ്ശേരി, അതിനോടൊപ്പം മീൻകറി ഇന്ന് ഞങ്ങൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ ചക്കയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഭവങ്ങൾ ഇന്ന് അമ്മമാർ തയ്യാറാക്കി സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. കുട്ടികളെല്ലാം ചെയ്തിട്ടുണ്ട്. ചക്ക കൊണ്ട് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിന്റെ വലിയ അറിവായിട്ടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വിഭവങ്ങളാണ് അമ്മമാരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലഡുവുണ്ട്, വട, മുറുക്ക്, പായസം, പലതരം പായസം, അതുപോലെ അലുവ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ ഇലയപ്പം പോലുള്ള അടകൾ വീട്ടിൽ കഴിക്കാൻ പറ്റും. അതൊന്നും ചക്കയാണെന്ന് അറിയത്തില്ല, കഴിച്ചു നോക്കിയാലും നമുക്ക് ചക്കയുടെ വരത്തില്ല. ആ രീതിയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള വിഭവങ്ങളാണ്. ഇതിന്റെ പിന്നിൽ എന്തായാലും ഇതിന്റെ എല്ലാ അമ്മമാരാണ്. ഇതൊരു തുടക്കമാക്കി നമുക്ക് വെക്കാം. അടുത്ത വർഷം ചക്കയുടെ സീസണിൽ സ്ഥിരമായി നല്ല വിഭവങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കി ഇല്ലേ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള അവസരം ഈ അമ്മമാര് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മീൻ, എന്ത് മീൻ? കായൽ മീനുകളുടെ പ്രദർശനം നടത്തി അല്ലെ? നമ്മള് വീട്ടില് പിന്നെ ഗപ്പിയും സാരിയും ഫൈറ്ററും ഒക്കെ കിടക്കുന്നതേ കണ്ടിട്ടുള്ളൂ. കായലിൽ കിടക്കുന്ന മീനുകൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത മീനുകൾ നമ്മൾ കണ്ടു അല്ലെ? അപൂർവമായി മാത്രം കിട്ടുന്ന മീനുകളെയും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മളുടെ ഈ സ്കൂള് ഇന്ന് മറ്റൊരു പ്രവർത്തനം ഏറ്റെടുത്തു. നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചക്കയുടെ മഹാത്മ്യത്തെ കുറിച്ച് അറിയുന്നതിന്, ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കുന്നതിനൊക്കെ ഇന്നത്തെ ഈ പ്രദർശനം സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ചക്ക കുത്തി കളവലിച്ചു കളിക്കു കുഞ്ഞേ, കവളം മടലേലു കൊമ്പു കുത്തി കളവലിച്ചു കളിക്കു കുഞ്ഞേ, കാള പിണഞ്ഞില്ല കയറു
പിണഞ്ഞില്ല ചാടുരുട്ടി കളിക്കു കുഞ്ഞേ. കാള പിണഞ്ഞില്ല കയറു പിണഞ്ഞില്ല ചാടുരുട്ടി കളിക്കു കുഞ്ഞേ. പിള്ളേർക്ക് ചക്ക അടിവാരിക്കുവാൻ കിട്ടി ചട്ടമ്പി പിള്ളേർക്ക് ചക്ക പിള്ളേർക്ക് ചക്ക മുഴുത്തൊരു ചക്ക ഒരു ചക്ക മുഴുത്തൊരു ചക്ക തേരൂന്നൊരു ചക്ക. തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഡാഡു കോടിയിൽ, കൊല്ലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആന്റണി പീറ്റർ, നൂൺ മീൽ ഓഫീസർ ചന്ദ്രലേഖ, PTA പ്രസിഡന്റ് ആൻഡേഴ്സൺ, പ്രധാനാധ്യാപകൻ കണ്ണൻ ഷൺമുഖം, സ്റ്റാഫ് സെക്രട്ടറി മിനി ജെ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. GBT ചാക്കോ, നദീറ ബീഗം, ബിന്ദു, മിനിമോൾ, അർച്ചന, അശോക്, വിനു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.